മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കപ്പ് ഫൈനലിനെ കുറിച്ചാണ്. ജയിക്കുന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. കാരണം 80ാമത്തെ മിനിറ്റില് 2-0 ലീഡ് സ്പേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ 20 മിനിറ്റില് കളി ആകെ മാറി മറിഞ്ഞു. 2 ഗോളുകൾ അടിച്ചുകൊണ്ട് PSG കളിയിലേക്ക് തിരിച്ചു വന്നു. ഫുൾ ടൈമിൽ 2-2 സമനില. പിന്നീട് പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ പോയി. പെനാൽറ്റിയിൽ PSG സ്പേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. തോമസ് ഫ്രാങ്കിന്റെ കീഴിൽ കളിക്കുന്ന ഈ ഒരു ടീമിന് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാണ് ഈ മത്സരം ഞാൻ കണ്ടത്. പക്ഷെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നമ്മൾ ബ്രെൻഫോർഡിൽ കണ്ടിട്ടുള്ള വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ബാക്ക് ഫൈവ്, കമ്പോസ്ഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡ്, 2 ക്രിയേറ്റീവ് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ PSG ഫസ്റ്റ് ഹാഫിൽ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ PSG സ്ട്രെങ്ത് നമുക്കറിയാം. വിട്ടീഞ്ഞ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡാണ് അവരുടെ എഞ്ചിനായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടെ ബ്രെൻഫോർഡിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് സ്പേഴ്സിന്റെ ടീമിനെ വെച്ചിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ടുവരാൻ ഫ്രാങ്കിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. പിന്നെ കണ്ടിട്ടുള്ള 1-2 പോസിറ്റീവ് കാര്യങ്ങൾ, ഒന്ന് സെറ്റ് പീസ് ആണ്. സെറ്റ് പീസിൽ തോമസ് ഫ്രാങ്കിന്റെ ടീം സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല. വളരെ വെൽ ഡ്രിൽഡ് ആയിട്ടുള്ള ഒരു ടീമാണ് സെറ്റ് പീസ് കളിക്കാനായിട്ട് ഇറങ്ങിയത്. അതൊരു പരിധിവരെ നമുക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരികയും ചെയ്തു. എസ്പെഷ്യലി കെവിൻ ഡെൻസോ ആണ് ലോങ് ബോൾ പലപ്പോഴും ബോക്സിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല വികാരിയോ മിഡ്ഫീൽഡ് വരെ വന്നിട്ട് ഫ്രീ കിക്ക് എടുക്കുന്ന 2-3 അവസരങ്ങൾ ഈ മത്സരത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. ഇത് റൊമേറോയെ ലക്ഷ്യമാക്കിയിട്ട് ക്രോസ് ഇടുന്നു. റൊമേറോ ഈ ബോള് ബോക്സിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ PSG ശരിക്ക് പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു. ഇപ്പൊ 2-3 ഹാഫ് ചാൻസുകൾ PSG കിട്ടി. അവരുടെ ഒരു മെയിൻ മൂവ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ ബർക്കോളയുടെ റണ്ണും ഇപ്പൊ മെൻഡിസ് കൊടുക്കുന്ന ഒരു ത്രൂ ബോളും അതിലൂടെ അറ്റാക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പെഡ്രോ പോറോനെ മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെവിൻ ഡെൻസോ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ മിക്കി വാൻഡമിൽ ഇറങ്ങി വന്നിട്ട് 2 പേര് ടീം ചെയ്തിട്ട് ഈ ബാർക്കോളയുടെ റണ്ണും പുള്ളിയുടെ കട്ട് ബാക്കും കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ചാൻസുകളൊന്നും PSG ക്രിയേറ്റ് ചെയ്തില്ല. ഇവിടെ ഡെംബലക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബോൾ പുറത്തു പോയി. റൈറ്റ് വിങ്ങിൽ നിന്ന് ഡുവോ ഒരു സ്ക്വയർ ബോൾ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വികാരിയോ സേവ് ചെയ്യുകയും ചെയ്തു. ഈ ചാൻസുകൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് സ്പേഴ്സ് തന്നെയാണ്. എസ്പെഷ്യലി സെറ്റ് പീസ് വേറെ ലെവലായിരുന്നു. ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഇതുപോലൊരു ട്രാൻസിഷൻ തോമസ് ഫ്രാങ്കിന് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ പുള്ളിക്ക് 100% ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു സെറ്റ് പീസ് ബോള് ബോക്സിലേക്ക് ഇടുന്നു. അവിടുന്ന് റീബൗണ്ട് ആയിട്ട് വന്നിട്ടുള്ള പന്ത് മിക്കി വാൻഡമൻ പോസ്റ്റിലേക്ക് എത്തിച്ചു. അങ്ങനെ 39ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സ്പേഴ്സ് എത്താണ്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്കോർ ലൈൻ പിടിച്ചു വെക്കാൻ സ്പേഴ്സിന് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ 1-2 കിഡിലൻ ചാൻസുകൾ റിച്ചാൾസന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ റിച്ചാൾസൺ ഇംപ്രൂവ് ആയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു. 1-2 ഹാഫ് ചാൻസുകൾ പുള്ളിക്ക് കിട്ടി. പക്ഷെ നമ്മൾ കുറച്ചുകൂടി റിച്ചാൾസൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ കിട്ടിയ ഒരു ചാൻസെങ്കിലും കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് ആ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ക്യൂട്ടി റൊമേറോയുടെ മറ്റൊരു ഗോളും കൂടെ വന്നു. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡറാണ് കൺവേർട്ട് ചെയ്തുകൊണ്ട് സ്പേഴ്സിനെ 2-0 എന്നുള്ള ലീഡിലേക്ക് എത്തിച്ചത്. 1-2 പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് മുഹമ്മദ് കുഡൂസിന്റെ ആ സ്ട്രെങ്ത് റൈറ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ സ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മെൻഡിസുമായിട്ട് 1-on-1 സിറ്റുവേഷനൊക്കെ വരുമ്പോൾ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കുഡൂസ്. പുള്ളിക്ക് ബോൾ കൺട്രോൾ ഉണ്ട്, കറക്റ്റായിട്ട് ബോൾ ഗാർഡ് ചെയ്യും. അവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് റൺ ചെയ്ത് ബോക്സിലേക്ക് പോകാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇത് PSG നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും മിഡ്ഫീൽഡിലൂടെ ത്രൂ പാസ് ഫസ്റ്റ് ഹാഫിന്റെ ഫുൾ 45 മിനിറ്റ്സിലും സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിലും കൊടുക്കാൻ സ്പേഴ്സ് അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു എടുത്തു പറയുന്ന കാര്യമാണ്. ഇവിടെ ബെൻറ്റങ്ക് ഒരു നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പലീഞ്ഞ കൃത്യമായിട്ട് ടീമിലേക്ക് അഡാപ്റ്റ് ആയി. സാർവോസ്, ഇമ്മൻസ്, ഈ ഒരു 3 പേരും മിഡ്ഫീൽഡിനെ 1-on-1 പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. 3-4 കിഡിലം
കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ PSG സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെ അവർ ലീ കാങ്ങിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നു, ഗോൺസാലോ റാമോസിനെ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇതുപോലെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് നമ്മുടെ സ്ക്വാഡിൽ ബെഞ്ചിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ടെല്ലിനെ കൊണ്ടുവന്നു, പക്ഷേ ടെല്ലിനൊന്നും വലിയൊരു ഇമ്പാക്ട് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പുള്ളി നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രസ്സിംഗ് ആയാലും മിഡ്ഫീൽഡിലെ കവറേജ് ആയാലും പുള്ളി എടുത്ത പെനാൽറ്റി ആയാലും ടെല്ലൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഇമ്പാക്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സിൽ എത്തിയതോടെ PSG അവരുടെ പഴയ ഫോമിലേക്ക് മടങ്ങി വന്നു. നമ്മൾ ടയർഡ് ആയിരുന്നു, നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപാട് ഡിഫെൻഡിങ് ഓപ്പർച്യൂണിറ്റി ബോഡി ഓൺ ദി ലൈൻ ഡിഫെൻഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കെവിൻ ഡെൻസോ, റൊമേറോ ഇവരൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇവിടെ മിഡ്ഫീൽഡിൽ നിന്ന് ലീ ഖാങ് ആണ് ഒരു കിഡിലം ഷോട്ട് എടുക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു. വികാരിയൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് അവസാന ഘട്ടത്തിൽ 2-1 എന്നുള്ള സ്കോറിലേക്ക് PSG കളിയിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് തന്നെ നമുക്കറിയായിരുന്നു ഇഞ്ചുറി ടൈമിലേക്ക് കാര്യങ്ങൾ പോയി. 6 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. ഈ സമയത്ത് അടുത്ത ഗോളിലൂടെ PSG കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ഡെംബലെയാണ് വളരെ കൃത്യമായിട്ട് റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു റണ്ണ് പുള്ളി റിസീവ് ചെയ്തിട്ടുള്ള പന്ത് സ്കോർ ചെയ്തിട്ട് ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി പോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഗോൺസാലോ റാമോസ് ഈ ഒരു ക്രോസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡർ വികാരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-2 എന്നുള്ള സ്കോറോടെ PSG കളിയിലേക്ക് മടങ്ങി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ക്വാഡിൽ ഒരു 1-2 പ്ലെയർ കൂടി മിഡ്ഫീൽഡിൽ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മാച്ചിൽ പിടിച്ചു നിൽക്കാൻ പറ്റാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ. ഇപ്പൊ ഡാനി ലിവി ചെയ്യേണ്ടത് തോമസ് ഫ്രാങ്കിന്റെ ഫസ്റ്റ് 11 മാറ്റി നിർത്തി ഒരു മിഡ്ഫീൽഡറെ അല്ലെങ്കിൽ 1-2 പ്ലേയേഴ്സിനെ കൂടി മിഡ്ഫീൽഡിൽ സൈൻ ചെയ്യാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ക്വാഡ് ഡെപ്ത് അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലിവി ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. കാര്യങ്ങൾ പെനാൽറ്റിയിലേക്ക് പോയി. ആദ്യത്തെ പെനാൽറ്റി വിട്ടീഞ്ഞ മിസ് ചെയ്തു. അഡ്വാൻറ്റേജ് സ്പേഴ്സ് ആയിരുന്നു. പക്ഷേ പിന്നീട് 2 ചാൻസുകൾ നമ്മൾ കളഞ്ഞു പൊളിച്ചു. മിക്കി വാൻഡമിന്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള ടെല്ലിന്റെ ഷോട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്തുപോയി. ടെല്ലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതോടുകൂടി PSG കളിയിലേക്ക് തിരിച്ചു വന്നു. PSG സ്പേഴ്സിനെ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തോമസ് ഫ്രാങ്ക് ടീമിനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വെരി വെൽ ഡൺ. പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒരുപാട് നല്ല മൊമെന്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.